UG തേർഡ് സെമ്മിലെ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ അബ്രസ് തഫാസീറുൽ ഖുർആൻ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ളൊരു ഭാഗമാണ് അബ്രസ് തഫാസീറുൽ ഖുർആൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ്റെ തഫ്സീറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ തഫ്സീർ ജാമിഉൽ ബയാൻ അൻ തഅ്വീലിൽ ഖുർആൻ, തഫ്സീറു തൊബരി ഇമാം മുഹമ്മദ് ബിൻ ജരീർ തൊബരി, ഹിജ്റ 310 രണ്ടാമത്തെ തഫ്സീറുൽ കശാഫി ഇമാം സമഖ്ശരിയുടെയാണ് തഫ്സീറുൽ കശാഫി, ഹിജ്റ 538. മൂന്നാമത് അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ തഫ്സീറുൽ ഖുർത്തുബി ഇമാം അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ അഹ്മദുൽ ഖുർത്തുബി, ഹിജ്റ 671. 4 തഫ്സീറുൽ ഖുർആനുൽ അലീം തഫ്സീർ ഇബ്നു കസീർ ഇമാം ഇസ്മാഈൽ ഇബ്നു അംർ ബിൻ കസീർ, ഹിജ്റ 774. 5 തഫ്സീറുൽ കബീർ ഔ മഫാത്തിഹുൽ ഗൈബ് തഫ്സീറുർ റാസി ഇമാം ഫഖ്റുദ്ദീനുർ റാസി, ഹിജ്റ 606. ഇനി 6 തഫ്സീറുൽ ജലാലൈനി ലി ജലാലുദ്ദീനുൽ മഹല്ലി, ഹിജ്റ 864. ജലാലുദ്ദീൻ സുയൂത്തി, ഹിജ്റ 911. അടുത്ത 7 മആലിമു തൻസീൽ തഫ്സീറുൽ ബഗ്വി ഇമാം ഹുസൈൻ ഇബ്നു മസ്ഊദുൽ ബഗ്വി, ഹിജ്റ 516. ഇനി 8 തഅ്വീലാത്തു അഹ്ലുസുന്ന തഫ്സീർ മാതുരീദി ഇമാം അബൂ മൻസൂർ മാതുരീദി, ഹിജ്റ 333. ഇനി അടുത്ത 9 അൻവാറു തൻസീൽ വഅസ്റാറു തഅ്വീൽ തഫ്സീറുൽ ബൈളാവി അൽ ഖാളി നാസിറുദ്ദീൻ അൽ ബൈളാവി, ഹിജ്റ 685. അടുത്തത് 10 തഫ്സീറുൽ മനാർ ഇമാം മുഹമ്മദ് റഷീദ് റിള, ഹിജ്റ 1354. അടുത്തത് തഫ്സീറുൽ മറാഖി ഇമാം അഹ്മദ് ബിൻ മുസ്തഫൽ മറാഖി, 1371 ഹിജ്റ. 12 ഫി ളിലാലിൽ ഖുർആൻ തഫ്സീറുൽ ളിലാൽ ലി സയ്യിദ് ഖുതുബ്, 1386. ഇതിൽ റീക്യാപ്പ് നോക്കാം. അൽ ഖുർആനുൽ കരീം ഹുവ കലാമുല്ലാഹിൽ മുനസ്സൽ അല നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു ഇറക്കിക്കൊടുത്ത അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അൽ ഖുർആനുൽ കരീം ഹുവ ഔവലു കിതാബുൻ ദുവ്വിന ഫി ലുഗത്തിൽ അറബി, അറബി ഭാഷയിൽ ക്രോഡീകരിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥമാണ് എന്ത് ഖുർആൻ എന്ന് പറയുന്നത്. യഷ്മിലുൽ ഖുർആനു ജമീഉ ജവാനിബൽ ഹയാത്തിൽ ഇൻസാനിയ, യഷ്മിലു ഉൾക്കൊള്ളുന്നു, അൽ ഖുർആൻ ഉൾക്കൊള്ളുന്നു ജമീഉ ജവാനിബൽ ഹയാത്തിൽ ഇൻസാനിയ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സകല തലങ്ങളെയും ഖുർആൻ ഉൾക്കൊള്ളുന്നു. മുതളമ്മിനൻ അൽ അഖീദത്തു വശരീഅത്തു വൽ അഖ്ലാഖു വൽ ഖിസസ് വൽ മവാഇദു, പിന്നെ നിയമപരമായിട്ടും വിശ്വാസപരമായിട്ടും സ്വഭാവപരമായിട്ടും അതുപോലെ തന്നെ കഥകളും ഉപദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ലം യുജ്മഅ അൽ ഖുർആനു ഫി മുസ്ഹഫിൻ വാഹിദിൻ ഫി ഹയാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഖുർആൻ ഒരു ഗ്രന്ഥമായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടിരുന്നില്ല. ഇനി അടുത്ത് നോക്കാം. അഷാറ ഉമർ അല അബി ബക്കർ ബിജംഇൽ ഖുർആനി, അഷാറ ഉമർ അല അബി ബക്കർ ബിജംഇൽ ഖുർആനി, ഖുർആനിനെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ആദ്യത്തെ ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്ത് ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു എന്ത് ചെയ്യാൻ, ഖുർആനിനെ ഒരുമിച്ച് കൂട്ടാൻ. അപ്പോൾ ബഅദ തറദ്ദുദി വാഫഖ അബൂബക്കർ അല ഹാദൽ മശ്റൂഇ, കുറേയൊക്കെ എന്താണ് ഒരു വിസമ്മതത്തിന് ശേഷം പിന്നെന്ത് ചെയ്തു, അതിന് പിന്നെ അത് ആ അഭിപ്രായത്തോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യോജിച്ചു. സുമ്മ ഇഖ്തിയാറു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ലി ജംഇൽ ഖുർആനി സുമ്മ ഹുഫിളൽ മുസ്ഹഫ് ഇന്ദ അബീ ബക്കർ സുമ്മ ഉമർ സുമ്മ ഹഫ്സ. സുമ്മ ഇഖ്തിയാറ സെയ്ദ് ബിൻ സാബിത്ത് ലി ജംഇൽ ഖുർആനി, അതിനുശേഷം എന്ത് ചെയ്തു, തമ്മ ഇഖ്തിയാറു സെയ്ദ് ബിൻ സാബിത്ത് ലി ജംഇൽ ഖുർആനി, ഖുർആനിനെ ഒരുമിച്ച് കൂട്ടാനായിട്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. സുമ്മ ഹഫിള, പിന്നെ അത് എന്ത് ചെയ്തു, സുമ്മ ഹഫിളൽ മുസ്ഹഫ്, പിന്നെ അത് മുസ്ഹഫാക്കി സൂക്ഷിക്കപ്പെട്ടു. ഇന്ദ അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പക്കൽ അത് ഖുർആനായിട്ട് സൂക്ഷിക്കപ്പെട്ടു. സുമ്മ ഉമർ, പിന്നെ അത് ഉമർ റളിയല്ലാഹു അൻഹു അത് സൂക്ഷിച്ചു. സുമ്മ ഹഫ്സ, പിന്നെ അത് ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുമായ ഹഫ്സ ബീവിയാണ് പിന്നെ ഖുർആൻ സൂക്ഷിച്ചത്. അപ്പോൾ ആദ്യം ഖുർആൻ സൂക്ഷിച്ചത് ആരാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, ആദ്യത്തെ ഖലീഫയാണല്ലോ. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആണ് സൂക്ഷിച്ചത്, ശേഷം ഹഫ്സ ബീവിയാണ് ഖുർആനിനെ സൂക്ഷിച്ചത്.
ഫി അഹദി ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അമർ ഉസ്മാൻ ബിൻ നുസ്ഖി മുസഹഫി ഹഫ്സ ഫി ഇദ്ദത്തി നുസ്ഖിൻ വറുസാലിഹ ഇലൽ അംസാരി, ഖുർആനിനെ ഉസ്മാനിയ മുസഹഫ് ഈ ക്രോഡീകരിക്കപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനെ ചുമതലപ്പെടുത്തി ക്രോഡീകരിക്കപ്പെട്ട ഈ ഉസ്മാനിയ മുസഹഫിനെ അതിനെ പകർത്താനും എല്ലാ രാജ്യങ്ങളിലേക്കും ഇസ്ലാമിക എല്ലാ രാജ്യങ്ങളിലേക്കും അയച്ചു കൊടുക്കാനും എന്ത് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹുവിന് ഉത്തരവിട്ടു. അൽ മുസഹഫുൽ ഉസ്മാനി, മുസഹഫുൽ ഉസ്മാനിയ മുസഹഫ് അവിൽ മുസഹഫുൽ ഇമാമി, അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് പേരാണ്, മുസഹഫുൽ ഉസ്മാനി എന്നും അറിയപ്പെടുന്നു, മുസഹഫുൽ ഇമാമി എന്നും അറിയപ്പെടുന്നുണ്ട്. ഹു അൽ മുസഹഫു, മുസഹഫ് അൽ മുവഹദു അല്ലദി അമർ ഉസ്മാൻ ബിൻ നുസ്ഖി, ആ മുസഹഫിനെ എന്ത് ചെയ്തു? പകർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹുവിനു പിന്നെ ആവശ്യപ്പെട്ടു. അത്തഫ്സീറു ഹുവ ഇൽമുൻ യഖ്തസ്സു ബിശറഹി മആനിൽ ഖുർആൻ കരീം വ ബയാൻ മഖാസിദഹു വ ഹകാമുഹു. തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ്റെ വ്യാഖ്യാനമാണ് തഫ്സീർ എന്ന് പറയുന്നത്. ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീർ എന്ന് പറയുന്നത്. ഹുവ ഇൽമുൻ യഖ്തസ്സു ബിശറഹി മആനിൽ ഖുർആൻ കരീം വ ബയാനു മഖാസിദഹു വ ഹകാമുഹു, അതിൻ്റെ നിയമങ്ങളും ഉദ്ദേശങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത്? തഫ്സീർ എന്ന് പറയുന്നത്. കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മുഫസ്സിറുൻ ലിൽ ഖുർആൻ കരീം, ഒന്നാമത്തെ മുഫസ്സിർ ആരാണ്? ഒന്നാമത്തെ പിന്നെ വ്യാഖ്യാതാവ് ആരാണ്? അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബഅദ വഫാത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം തവല്ല സ്വഹാബത്ത് അതേ തവല്ല സ്വഹാബത്തു തഫ്സീറുൽ ഖുർആനി, ഖുർആൻ്റെ വ്യാഖ്യാനം പിന്നെ ആര് ഏറ്റെടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സ്വഹാബാക്കൾ ഏറ്റെടുത്തു. അപ്പോൾ കാനമിൻ അബ്രസഹും, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള മുഫസ്സിരീങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അതിലേറ്റവും പ്രമുഖരായിട്ടുള്ള ആൾ. അല്ലദീ ലുഖിബ ബിഹിബിരിൽ ഉമ്മ, അദ്ദേഹത്തെ ഹിബിരിൽ ഉമ്മ എന്ന് എന്ത് ചെയ്യുന്നു? ലഖബ് നാമത്തിൽ, അപരനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഹിബിരിൽ ഉമ്മ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ്, പിന്നെ അടുത്ത മുഫസ്സിർ ആരാണ്? ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഇബ്നു മസ്ഊദാണ്. പിന്നെ അടുത്ത ആരാണ്? സയ്യിദത്തു ആയിഷ, പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പം 3 പ്രമുഖരായിട്ടുള്ള മുഫസ്സിരീങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ. ഇതിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. മാ ഹുവൽ മസ്ദറുൽ അവ്വലുൽ തശ്രീഇൽ ഇസ്ലാമി, ഇസ്ലാമിക നിയമത്തിൻ്റെ ഒന്നാമത്തെ സ്രോതസ് ഏതാണ്? അത് ഖുർആനാണ്. അൽ ഖുർആനു അവ്വലു മസ്ദറുൻ അല്ലേ ലി തശ്രീഇൽ ഇസ്ലാമി, ഖുർആനുൽ കരീമാണ്. മൽ അദദുൽ ഇജ്മാലിൽ സ്വരിഫിൽ ഖുർആൻ കരീം, ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? അത് 114 സൂറത്തുകളുണ്ട്. കം സൂറത്തുൻ മക്കിയ ഫിൽ ഖുർആൻ കരീം, മക്കിയായ സൂറത്തുകൾ എത്ര ഉണ്ട്? മക്കിയായ സൂറത്തുകൾ 92 സൂറത്തുകൾ മക്കിയായ സൂറത്തുകളാണ്. കം അദദുൻ അസ്വരി മദനിയ ഫിൽ ഖുർആൻ കരീം, മദനിയായ സൂറത്തുകൾ എത്ര ഉണ്ട്? അത് 22 സൂറത്തുകൾ. മദനിയായിട്ടുള്ള സൂറത്തുകൾ 22 എണ്ണമുണ്ട്. ഇനി അടുത്തത് മൻ ഹുവ അവ്വലു മൻ അശാറ ബി ജംഇൽ ഖുർആനി ബഅദ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആരാണ് ഖുർആനിനെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ആവശ്യപ്പെട്ടത്? ആരാണ്? അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടത്. മൻ ഹുവ സ്വഹാബി അല്ലദീ തവല്ല മുഹിമ്മത്തു ജംഇൽ ഖുർആനി ഫി അഹദി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിൽ ഖുർആനിനെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ഒരുമിപ്പിക്കാനായിട്ട് പിന്നെ ക്രോഡീകരിക്കാനായിട്ട് ചുമതല ഏൽപ്പിച്ച സ്വഹാബി ആരായിരുന്നു? അത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അല്ലേ? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഇനി അടുത്ത് നോക്കാം. മസ്മുൽ മുസഹഫു അല്ലദീ അമറ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബിൻ നുസ്ഖിഹി വ തൗസീഇഹി, പകർത്താൻ വേണ്ടിയിട്ട് ഖുർആനിനെ എഴുതി പകർത്താനും പ്രചരിപ്പിക്കാനും അല്ലേ, എഴുതി പകർത്താൻ ഏൽപ്പിക്കപ്പെട്ട മുസഹഫിൻ്റെ പേരെന്തായിരുന്നു? പകർത്താനും വിതരണം ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ ആ മുസഹഫിൻ്റെ പേരെന്തായിരുന്നു? അതിൻ്റെ പേര് മുസഹഫുൽ ഉസ്മാനി ഔ അൽ മുസഹഫുൽ ഇമാമി എന്നായിരുന്നു. 2 പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് മൻ ഹുവ സ്വഹാബി അല്ലദീ ലുഖിബ ബി ഹിബിരിൽ ഉമ്മ, ഹിബിരിൽ ഉമ്മ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലേ?
ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിനെയാണ് ഹിബ്രുൽ ഉമ്മ എന്ന് അറിയപ്പെടുന്നത്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിനെയാണ് ഹിബ്രുൽ ഉമ്മ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് മാഹിയൽ മവാദുല്ലത്തി കുത്തിബ അലൈഹൽ ഖുർആൻ ഫി അഹദിൻ നബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ എഴുതപ്പെട്ടിരുന്ന എന്തൊക്കെ വസ്തുക്കളിനകത്തായിരുന്നു ഖുർആനിനെ എഴുതപ്പെട്ടത്? പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു, റിക്കാഅ്, ജുലൂദ്, ഇളാമ്, വസഅഫ്, നഖല്, പനയോല, അതുപോലെ തന്നെ എല്ലുകൾ, പിന്നെ എന്താണ് റിക്കാഅകളിൽ, പിന്നെ അങ്ങനെ ജുലൂദുകളിൽ അങ്ങനെയൊക്കെയാണ് എഴുതപ്പെട്ടിരുന്നത്. തോലാണ് ജുലൂദ്, ഇളാമ്, പിന്നെ എല്ലുകളാണ് സഅഫ്, നഖൽ, പനയോല. ഇതിലൊക്കെയാണ് എന്തിൽ പിന്നെ ഖുർആനിനെ എഴുതപ്പെട്ടിരുന്നത്. മാ ഹുവ ഇൻദ മൻ ഹഫിള. അടുത്ത 10ാമത്തെ ചോദ്യം, ഇൻദ മൻ ഹഫിള അൽ മുസ്ഹഫ് ബഅദ വഫാത്തി ഉമർ ബിൻ ഖത്താബ്. ആരുടെ പക്കലാണ് ഖുർആനിനെ ഉമർ റളിയല്ലാഹുവിൻ്റെ മരണശേഷം സൂക്ഷിക്കപ്പെട്ടത്? ഉമർ റളിയല്ലാഹുവിൻ്റെ മരണശേഷം സൂക്ഷിക്കപ്പെട്ടത് ഹഫ്സ ബീവിയുടെ കയ്യിലാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുമായ ഹഫ്സ ബീവിയാണ് ഖുർആനിനെ പിന്നെ സൂക്ഷിച്ചത്. മാ ഹുവൽ ഇൽമു അല്ലദി യഖ്തസ്സു ബിശറഹിൽ മആനിൽ ഖുർആനിൽ കരീം വബയാനി മഖാസിദഹു. അതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ പിന്നെ അർത്ഥങ്ങളും വിശദീകരിക്കുന്ന ഖുർആനിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങളും ശരിയായ രീതിയിൽ വിശദീകരിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്താണ്? തഫ്സീർ എന്നാണ് അല്ലേ. ഇനി അടുത്തത്, മൻ ഹു അവ്വലു മുഫസ്സിറുൽ ഖുർആൻ കരീം. ഒന്നാമത്തെ വ്യാഖ്യാതാവ് മുഫസ്സിർ ആരാണ്? ഖുർആനിൻ്റെ ഒന്നാമത്തെ മുഫസ്സിർ ആരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്.